ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Flying Flickies. ഇറ്റ്സ് മീ കിരൺ. It's me Reshma. സോ നമ്മ ഇന്നുള്ളത് ഫെജീസ് ക്രിസ്മസ് വില്ലേജ് എന്നുള്ള ഒരു ചെറിയൊരു എക്സിബിഷനിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് വൈബാണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ കൊച്ചിയില് ക്രിസ്മസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതെ, പെട്ടെന്ന് അത് നവംബർ ആയപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇവരുടെ ആക്ച്വലി ഇവരുടെ എക്സിബിഷൻ മാത്രമാണ് ഇവരുടെ അല്ലാതുള്ള ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതായിരിക്കും. ഇവിടെ ഏകദേശം തീരാറായി എക്സിബിഷൻ. അപ്പോ പക്ഷെ ഇവരുടെ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ അവരെ വിളിച്ച് സെയിൽ ഷോപ്പ് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. ഇത് നല്ല അടിപൊളി വീട്ടിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും വീട്ടിൽ വെക്കാനും പറ്റിയ ഒരു ഐറ്റംസ് ആണ്. ഈ പ്രാവശ്യം അവര് കുറെ വെറൈറ്റി ഐറ്റംസ് ആണ് ഇറക്കിയിരിക്കുന്നത്. സാന്റാസിനെ വരെ വെറൈറ്റി ആയിട്ടാണ്. പിന്നെ ക്രിപ്സിന് വേണ്ടിയുള്ള സെറ്റുകൾ, അങ്ങനെ പല സാധനങ്ങൾ. നമുക്ക് വീട്ടിൽ സ്പേസ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വെക്കാന്നുള്ള രീതിയിലുള്ള സെറ്റുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇവര് ഫുള്ള് സെറ്റ് ചെയ്ത് തരുന്നതുമായിരിക്കും കേട്ടോ, കാരണം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ട്രീസ്, പല വെറൈറ്റി ട്രീസ് വരെ ഉണ്ട്. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. സോ നമ്മ ഇപ്പോൾ ഉള്ളത് റോട്ടറി ക്ലബ് പനമ്പള്ളി നഗറാണ്. ഇത് ആക്ച്വലി ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് നടത്തുന്ന ഒരു ഫെജി ക്രിസ്മസ് വില്ലേജ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതൊരു എക്സിബിഷൻ കം സെയിൽസ് ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. ഇവര് എല്ലാ കൊല്ലവും ഇവിടെ നടത്തുന്നതാണ്. ഈ പ്രാവശ്യം മുകളിലാണ് നടത്തുന്നത്. ഇതിനുമ്പ് നമ്മളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് നമ്മള്. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു അന്ന് നടത്തിയത്. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ വെറൈറ്റി സാധനങ്ങളായിട്ടാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഇവര്. അടിപൊളി സാന്റാക്ലോസ്, പല ഡിഫറെന്റ് ടൈപ്പ്. അതന്നെ ആക്ച്വലി ഞങ്ങള് ഇവിടെ വന്നപ്പോഴില്ലേ, ഞങ്ങള് കുറച്ച് ഫ്രണ്ട് ഇരുന്നുണ്ട്, കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ആൾക്കാർക്ക് തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുത്തത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചായിരുന്നു. ആക്ച്വലി നല്ല അടിപൊളി സ്റ്റാച്യൂസ് ആണ് ഫ്രണ്ടിൽ വരുന്നത് കാണാനായിട്ട്. നമ്മളിപ്പോ കേറുമ്പോ തന്നെ കണ്ണ് തള്ളിപ്പോയി ആക്ച്വലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും തിരക്കായിരുന്നേ, ഒരു രക്ഷയില്ലായിരുന്നു നമുക്ക് ഒന്ന് ഷൂട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ സെക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു റീത്ത്, വലിയൊരു റീത്താണ് ആക്ച്വലി വരുന്നത്. പിന്നെ കുറച്ച് സ്റ്റാച്യൂസ് അല്ല, അത് സാന്റാക്ലോസിന്റെ ആണ്. ഇത് വെറൈറ്റി സാന്റാസ്. ഇത് ആക്ച്വലി നമ്മുടെ ഫ്രണ്ടിലൊക്കെ, നമ്മുടെ വീടുകളുടെ ഫ്രണ്ടില് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫീൽ ആയിട്ടുള്ള ഒരു എന്താണ് ക്രിബും ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനൊക്കെയാണ് നമുക്ക് ഉള്ളത്. നമുക്കത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് തരാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പല രീതിയിലുള്ള ഇന്റീരിയർ ഡെക്കോർസ് ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ആക്ച്വലി ഒരു കാര്യമുണ്ട്, ഇതിന്റെ എക്സിബിഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ഇടുന്നത്. ഇവരുടെ ഷോപ്പിൽ നമുക്ക് പോയി നേരിട്ടും മേടിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് തൃശ്ശൂരാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. നിങ്ങൾക്ക് തൃശ്ശൂർ നേരിട്ട് പോയോ അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ആക്ച്വലി ഇവർക്ക് ക്രിസ്മസിന്റെ മാത്രമല്ല, അല്ലാത്ത ഹോം ഡെക്കേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇപ്പൊ കാണുന്നതുണ്ടോ ക്രിപ്സ്, ഒരു പുൽക്കൂട്ടില് വെക്കാൻ സെറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണ്ട, അതൊരു ചെറിയൊരു റൂം ഇതിൽ വെക്കാനുള്ള ഒരു സ്റ്റാച്ചു. ഫ്ലാറ്റുകളിലൊക്കെ ചിലപ്പോ സ്പേസ് ഇല്ലെങ്കിൽ നമ്മള് ഫുൾ സെറ്റ് ആയിട്ട് അങ്ങനെ വെക്കാന്നുള്ള അവൈലബിലിറ്റി ഉണ്ട് ഇവിടെ. അത് നല്ല ഭംഗിയാ കാണാൻ. ഇതൊക്കെ ഒരു വെറൈറ്റി, ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സ്റ്റാച്യൂസ് ഒന്നും. നിങ്ങൾക്ക് ആക്ച്വലി ഇന്റീരിയേഴ്സ് എന്താണോ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കളക്ഷൻസും കുടുംബത്തിന്റെ ഒരു ചെറിയൊരു ബെൽ ടൈപ്പ്, പിന്നെ എന്താണ് ഡിയേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഉണ്ടോ നല്ല എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് ഇവിടെ. അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും. ഇത് വേറൊരു ക്രിബിന്റെ സെറ്റ് ആണ്. അതെ, ഇതിപ്പോ ആക്ച്വലി ക്രിബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതാണ്, വെച്ചാൽ മാത്രം മതി. പിന്നെ നല്ല സ്റ്റാച്യൂസ് ഒക്കെ, നല്ല രസമുള്ള സ്റ്റാച്യൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാനില്ല, ആക്ച്വലി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭംഗി. അത് നേരിട്ട് കണ്ടതിന്റെ ഒരു അനുഭവം. പിന്നെ കുറെ ഷോപ്പ് പീസുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതെ,
പല വെറൈറ്റിയിലുള്ള ഷോപ്പ് പീസസ് ഒക്കെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ക്രിസ്മസിന്റെ തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ. ഇതെല്ലാം നമുക്ക് ഷോപ്പ് പീസ് ആയിട്ട് വെക്കാവുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. നല്ല ചെറിയ ചെറിയ ക്യൂട്ട് ഐറ്റംസ്. പിന്നെ നമുക്ക് കാൻഡില് വെക്കാം. അത് പല വെറൈറ്റി സ്റ്റാൻഡ്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് പല ഇതിന്റെയും സ്റ്റാച്യൂസിന്റെയും രീതിയിലും വെക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഏഞ്ചൽസ് ആണ് വരുന്നത്. ഏഞ്ചൽസിന്റെ ചെറുതല്ല, വൺ കളക്ഷൻസ് തന്നെ ഇവർക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് പല സൈസിലും ഇവർക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇവർക്ക് വരുന്ന ഒരു വെറൈറ്റി ആണ് ഗിഫ്റ്റ് ബോക്സ്. നമുക്ക് ഒരു ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏഞ്ചൽസിന്റെ കളക്ഷൻസ് നല്ല ഏഞ്ചൽസ് തുടങ്ങി വലിയ ഏഞ്ചൽസ് വരെയും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കാൻഡിൽസ്, ഇത് കാൻഡിൽസ് അല്ലാതെ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാവുന്നതുകൊണ്ട് ഒറിജിനലി നമുക്ക് ഫയർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതും ഉണ്ട്. അതിന്റെ വൺ കളക്ഷൻസും കാൻഡിൽസിന്റെ ഒക്കെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീ ഡെക്കോസ് ആണ് വരുന്നത്. നമുക്ക് ക്രിസ്മസ് ട്രീയിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ കാൻഡിൽസ് ആണ് വേറെ കളക്ഷൻസ് ആണ് വരുന്നത്. ഈ കാൻഡിൽസില് സ്മെല്ലുണ്ട്, ഫ്രാഗ്രൻസ് ഉള്ള കാൻഡിൽസും കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോൾസ് വരുന്നത്. ഇത് ക്രിസ്മസ് ട്രീയിലോ അല്ലെങ്കിലോ ഇവിടെ വീട് അലങ്കരിക്കാൻ വേണ്ടി ക്രിസ്മസ് ടൈമിൽ എല്ലാ സാധനവും അവൈലബിൾ ആണ്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഫ്ലവേഴ്സ് എല്ലാം ഇവർക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. സീസണൽ ഗ്രീറ്റിംഗ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ട് ഇവർക്ക് നല്ല ക്രിസ്മസ് ട്രീസ്. അത് ഭയങ്കര വലുത്, എന്നെക്കാളും ഡബിൾ ഇരട്ടി പൊക്കമുള്ള ക്രിസ്മസ് ട്രീസ് ആയിരുന്നു വരുന്നത്. 6 feet above ആണ് എല്ലാം പോകുന്നത്. 8, 10 അങ്ങനെ പോണത്. അത് പല രീതിയിലുള്ളതുണ്ട്. ഗ്രീൻ, ഞാൻ പണ്ടൊക്കെ ഗ്രീനെ കണ്ടിട്ടുള്ളത്, ഇപ്പൊ വൈറ്റ് നല്ല സ്നോ ഫീൽ ആയിട്ടുള്ള ട്രീസ് ആണ് വരുന്നത് കേട്ടോ. കണ്ടോ, തിരക്ക് കണ്ടില്ലേ? അത്ര ആൾക്കാരാണ് ഇതിന്റെ. അത് ക്രിസ്മസിന് മുമ്പേ പർച്ചേസിങ് ചെയ്ത് വെക്കുവാണ്. സോ ഇതൊക്കെ ഉണ്ടോ, പല വെറൈറ്റി കളേഴ്സിലാണ് പോണത്. ഇത് പിന്നെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള കുറച്ച് പ്ലാന്റ്സ്. അതിന് ഫ്ലവർ മാർക്കറ്റ് എന്നുള്ളൊരു പേരും വെച്ചിട്ടുണ്ട്. അത് പല ടൈപ്സ് ഫ്ലവേഴ്സ് ആണ് ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ബൊക്കെ അല്ലെങ്കിൽ റീത്ത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസും ഇവർക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. സോ അത് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണ് റീസുകളാണ്. നമുക്ക് പല രീതിയിലുള്ള റീസും അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് മെയിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോറിന്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ടൊക്കെയാണ് മെയിൻ വെക്കുന്നത്. അപ്പോൾ അതിനും നല്ലൊരു കളക്ഷൻസ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് വേർഡിങ്സ് ഉള്ള ഇതും പിന്നെ സാനിക്ലോസിന് സ്റ്റിക്സ് ടൈപ്പും അങ്ങനത്തെ പല രീതിയിലുള്ള അത് തന്നെ ബോ ഉണ്ടായിരുന്നു. ആക്ച്വലി അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ കാരണം അത് തിരക്കായിരുന്നു, കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പ്ലേറ്റ്സ്, നമുക്ക് ഡൈനിങ് യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. സ്പെഷ്യൽ മൂവ്മെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്ലേറ്റ് കളക്ഷൻസ് ആണ് അത് വന്നിട്ട്. പിന്നെ ഫ്ലവേഴ്സ് ആണ്, ഇഷ്ടംപോലെ വെറൈറ്റി ഫ്ലവേഴ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ മഗ്, കപ്പ്, അങ്ങനെ എല്ലാ ടൈപ്പും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതും ക്രിസ്മസിന്റെ ഒരു ഇതില്. ഇതൊക്കെ ശരിക്കും നമുക്ക് ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കാം, പിന്നെ വീട്ടിൽ ഹാങ് ചെയ്യാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതൊക്കെയാണ്. ഡോൾസിന്റെ ഒക്കെ ചെറിയ ചെറിയ സാന്റ ഡോൾസ്. അതും ഭയങ്കര കോസ്റ്റ്ലി ഒന്നും ഇല്ല കേട്ടോ. എല്ലാം നല്ല കോസ്റ്റ്ലി റേറ്റ് ആണ് വരുന്നത്.
അപ്പൊ അതും നമ്മൾ പേടിക്കണ്ട, ഒരു നല്ല രീതിയിൽ അവര് നമുക്ക് ഓഫേഴ്സ് തരുന്നുണ്ട്. ഞാൻ പറയില്ലേ ക്രിസ്മസ് പ്ലേറ്റ് നല്ല രസമല്ലേ കാണാനായിട്ട്. സോ ഇങ്ങനത്തെ ടൈപ്പും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റിബൺസ് ആണ് വരുന്നത് കേട്ടോ, നമുക്ക് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ബൊക്കേസോ അല്ലെങ്കിൽ പലതും ഉണ്ടാക്കാനായിട്ട്. അതിനിടയിൽ ഇവിടെ കുറച്ച് ഓർണമെന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്, പേൾസ് ഒക്കെ വെച്ചിട്ടുള്ള. കുറെ വൺ കളക്ഷൻസ് ആണ് ലേഡീസിന് പറ്റിയ, കുറെ പേൾസിന്റെ ചെയിനും. പിന്നെ ഏകദേശം നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ക്രിപ്സ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നമുക്ക് ഇവിടെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ പല വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത്. അതും നല്ല ഹൈറ്റോടെയുള്ള സ്റ്റാച്യൂസ് ഒക്കെയാണ് വരുന്നത്. അത് ഫുൾ സെറ്റും ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ഫീലുള്ള എല്ലാം വന്നേക്കണം. നമുക്ക് സാധാരണ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് വെറുതെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഇതാണ്. അതൊന്നും അല്ലാതെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ അതും ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഇത് നല്ല രീതിയിലാണ് കേട്ടോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചത്, നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതൊരു ഉണ്ട് ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ, ഒരു ക്രിസ്മസ് വെറൈറ്റിയിൽ സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. സോ ഇതാണ് നമ്മുടെ സ്നോമാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കൂടെ എടുക്കണേണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you on next video. Bye. Bye.